കൊല്ലം തേവള്ളി ഡിവിഷനിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഇത്തവണ വാശിയേറും. 10 വർഷമായി ഭരിക്കുന്ന തേവള്ളി ഡിവിഷൻ നിലനിർത്തുകയാണ് ബിജെപിയുടെ ലക്ഷ്യം. എന്നാൽ തേവള്ളി പിടിച്ചെടുക്കുകയാണ് LDFന്റെയും UDFന്റെയും ലക്ഷ്യം. കൊല്ലത്തെ ബിജെപിയുടെ ശക്തിദുർഗം എന്നറിയപ്പെടുന്ന ഡിവിഷനാണ് തേവള്ളി. ബിജെപി ആദ്യമായി തന്നെ വിജയിക്കുകയും ബിജെപി സ്ഥാനാർത്ഥികൾക്ക് വലിയ സ്വീകാര്യത ലഭിക്കുകയും ചെയ്ത ഡിവിഷൻ. അതുകൊണ്ട് തന്നെ തേവള്ളിയിലെ പോരാട്ടം ബിജെപിയെ സംബന്ധിച്ച അഭിമാന പോരാട്ടങ്ങളിലൊന്നാണ്. തേവള്ളിയിലെ ബിജെപി സ്ഥാനാർത്ഥി ശൈലജയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഈ 2015 മുതൽ ഇതുവരെയുള്ള ഒരു വികസന പ്രവർത്തനം എനിക്ക് കേന്ദ്ര സർക്കാർ തന്നിട്ടുള്ള പദ്ധതികളിൽ ഒരെണ്ണം പോലും എന്റെ ഡിവിഷനിൽ നടപ്പാക്കാതിരുന്നിട്ടില്ല. എന്റെ നാട്ടുകാർ തീർച്ചയായിട്ടും എന്റെ കുടുംബാംഗങ്ങളെ പോലെ തന്നെയാണ് എനിക്ക് അവരും. അതുപോലെ തന്നെ അവരുടെ വീട്ടിൽ ഒരു അംഗത്തെ പോലെ തരുന്നൊരു സ്വീകാര്യത എനിക്ക് വീണ്ടും കിട്ടും. തേവള്ളി ഡിവിഷൻ CPM-നെയും സംബന്ധിച്ച് LDF-നെയും സംബന്ധിച്ച് പിടിച്ചെടുക്കുക എന്നുള്ള വലിയ ദൗത്യമാണ്. അതുകൊണ്ട് തന്നെ പൊതുസ്വീകാര്യ മുഖത്തെ തന്നെയാണ് തേവള്ളി ഡിവിഷനിൽ CPM മത്സരത്തിനിറക്കുന്നത്. കലാരംഗത്ത് നിന്നാണ് രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്. എങ്ങനെയുണ്ട്? നല്ലൊരു തുടക്കം തന്നെയാണ്. വിപ്ലവം സൃഷ്ടിക്കും. അതെ 10 വർഷമായിട്ട് നമ്മുടെ തേവള്ളി യാതൊരു വികസനവും നടന്നിട്ടില്ല. തേവള്ളി മാർക്കറ്റ്, ഡിപ്പോ പുരടമുണ്ട്, കച്ചേരിക്കുളമുണ്ട്, പുതുവൽ. അപ്പോൾ അവിടെ എല്ലാം നല്ലൊരു മാറ്റം കൊണ്ടുവരണം, നല്ലൊരു ഹെൽത്ത് സെൻറ്റർ കൊണ്ടുവരണം. ഇതെല്ലാം നല്ല രീതിയിലൊരു വികസനം തേവള്ളിയിൽ കൊണ്ടുവരണമെന്നാണ്. തേവള്ളിയിൽ UDF-ഉം ശക്തമായ മത്സരത്തിന് തന്നെയാണ് ഇത്തവണ രംഗത്തിറങ്ങുന്നത്. പൊതു സ്വീകാര്യമുള്ള മുഖങ്ങൾ പലത് രൂപപ്പെടുത്തി അതുമായി ബന്ധപ്പെട്ട ഘടകങ്ങളെയൊക്കെ ചേർത്ത് നിർത്തിയാണ് സിന്ധു എന്ന് പറയുന്ന കോൺഗ്രസ് തന്നെയാണ് മത്സരത്തിലേക്ക് എത്തുന്നത്. 10 വർഷമായിട്ട് ഇവിടുത്തെ കൗൺസിലർ, BJPയുടെ കൗൺസിലർ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് തന്നെ ഇവിടെ പരിശോധിക്കാം. ഇതുവരെയും തേവള്ളി ഡിവിഷനിൽ ഒരു വികസനം ഉണ്ടായിട്ടില്ല. കാരണം ചേരി പ്രദേശത്തുള്ളവർക്ക് തന്നെ കച്ചേരിക്കുളത്തും നമ്മൾ ഈ പൗണ്ടിപുരയിടത്തിലും ഞങ്ങളുടെ ഒരു ഒരു കൗൺസിലർ ജയിച്ച് കൈവശരേഖ മേടിച്ചു കൊടുത്തല്ലാതെ ഇവിടെ പല ചേരി പ്രദേശങ്ങളും കൈവശരേഖ പോലും ഇതുവരെ മേടിച്ചു കൊടുത്തിട്ടില്ല. വികസനമായിരിക്കും ചർച്ച. വികസനം അതാണ് എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ഇവിടെ ഭയങ്കര തെരുവുനായ ശല്യം ഏറ്റവും കൂടുതൽ അതാണ്. കാരണം കൊച്ചു കുട്ടികൾക്ക് പോലും സ്കൂളിൽ പോകാൻ വയ്യാത്തൊരവസ്ഥയായിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു പരിഹാരം എന്തായാലും ഞാൻ ഈ കൗൺസിലായിട്ട് വന്നാൽ അതിനൊരു പരിഹാരം കാണും. തേവള്ളിയിൽ തീവാറുന്ന പോരാട്ടമാണ്. സ്വാഭാവികമായും BJPക്ക് അവരുടെ സീറ്റ് നിലനിർത്തണം. UDF-നെയും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അത് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അവരുടെ ദൗത്യം. അതുകൊണ്ട് തന്നെ തേവള്ളിയിലെ പോരാട്ടം കൊല്ലം കോർപ്പറേഷനിൽ തീവാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. കൊല്ലത്തുനിന്ന് അരുൺ രാജ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.